ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാത്സ് കഫേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് HSA മാത്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് സെറ്റ്സ്. ഓക്കെ, നിങ്ങൾ ആദ്യം സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഒരു വാസ്റ്റ് സിലബസാണ് നമ്മുടെ HSA മാത്സിൻ്റെ. ഒത്തിരി പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാം മലയാളത്തിലാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇംഗ്ലീഷ് ടേംസിൻ്റെയും മലയാളം ടേംസ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു സെക്ഷനാണ് സെറ്റ്. സെറ്റിൻ്റെ മലയാളം എന്താണ്? ഗണങ്ങൾ അല്ലേ? നമ്മൾ പ്ലസ് വണ്ണിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ, നോക്കിയേ, സെറ്റ് അല്ലെങ്കിൽ ഗണങ്ങൾ, അതായത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതായത് നമുക്ക് നിർവചിക്കാൻ പറ്റുന്ന വസ്തുക്കളുടെയോ ചിഹ്നങ്ങളുടെയോ വസ്തുതകളുടെയോ കൂട്ടമാണ് സെറ്റ്സ്. എന്താ? നമുക്കൊരു കാര്യത്തെക്കുറിച്ച് നിർവചിക്കാൻ പറ്റണം. അപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരുവാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം അത് ഇത്രയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു വെച്ചാൽ നമുക്കത് പറയാൻ പറ്റണം, നിർവചിക്കാൻ പറ്റണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നോക്കിയേ, ലോകത്തിലെ 10 എഴുത്തുകാരുടെ പേരുകൾ. അപ്പോൾ ഞാനൊരു 10 എഴുത്തുകാരുടെ പേര് പറയും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട 10 എഴുത്തുകാരായിരിക്കത്തില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട 10 പേര് അല്ലേ? അങ്ങനെ ഓരോ ആൾക്കാരുടെയും ടേസ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ആൻസേഴ്സ് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സ്ഥിരത കിട്ടത്തില്ല അല്ലേ? അത് ഡിഫൈൻഡ് അല്ല. അതായത് സബ്ജക്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ ആൻസേഴ്സ് എന്ത് ചെയ്യും, മാറും. സോ ദാറ്റ് ഈസ് നോട്ട് എ സെറ്റ്. എന്തല്ല, ഒരു ഗണമല്ല. ഇനി മറ്റു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം ആ സെറ്റാണോ? യെസ്, ഒബിയസ്ലി അത് സെറ്റാണ്. അതായത് ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 15 പേര് ബോയ്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 15 പേര് ബോയ്സ് ആണ്. അതായത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ അല്ലേ? അങ്ങനെയുള്ള ഗണങ്ങൾ അതാണ് സെറ്റ്സ്. ഓക്കെ, നമുക്ക് കുറേ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് A, B, C എക്സെട്ര അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട അറിവും നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, സെറ്റ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ യൂസ് ചെയ്തിട്ടാണ് സെറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കറിയാം, കേർലി ബ്രാക്കറ്റിനകത്ത് എ എന്നിട്ട് എന്താ മീനിങ് എന്തുവാ? അതായത് ബി ഒരു സെറ്റാണ്. ആ ബി എന്ന സെറ്റിലെ ഒരു എലമെൻ്റ് ആണ് ഏത്? ക്യാപിറ്റൽ എ. അല്ലെങ്കിൽ നമുക്ക് സ്മോൾ എ ആയിക്കോട്ടെ. അതായത് ഈ സ്മോൾ എ എന്ന് പറയുന്നത് ബി എന്ന ഗണത്തിലെ ഒരു അംഗമാണ്. അപ്പം നമുക്കറിയാം എ ഇസ് എലമെൻറ്റ് ഓഫ് ബി, അല്ലെങ്കിൽ എന്ത് പറയാം, എ എന്ന് പറയുന്നത് അംഗമാണ് ബിയിലെ. ഓക്കെ, മറ്റൊരു സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഓക്കെ, ഞാൻ പറയുന്നു 1 ബിലോങ്സ് ടു എ അല്ലേ? 1 എന്ന് പറയുന്നത് സെറ്റ് എയിലെ ഒരു അംഗമാണ് അല്ലെങ്കിൽ എലമെൻ്റ് ആണ്. അതുപോലെ നമുക്കറിയാം 2 എലമെൻറ്റ് ഓഫ് എ, 2 സെറ്റ് എയിലെ എലമെൻ്റ് ആണ്. 3 എലമെൻറ്റ് ഓഫ് എ, 3 എന്ന് പറയുന്നതും സെറ്റിലെ എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എലമെൻറ്റ് അഥവാ അതിൻ്റെ മലയാളമാണ് എന്ത്? അംഗം. ഇതിലെ ടേംസിൻ്റെയും മലയാളം ടേംസ് നമ്മൾ പഠിക്കണം, കാരണം നമ്മുടെ എക്സാമിന് മലയാളം ടേംസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ സെറ്റ് എന്താണ് ഡിഫൈൻ ചെയ്തു. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതായത് നിർവചിക്കാൻ പറ്റുന്ന വസ്തുതകളോ ചിഹ്നങ്ങളോ അവയുടെ കൂട്ടമാണ് എന്ത്? സെറ്റ്. സെറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി. ഇത് നമ്മൾ എലമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, എലമെൻറ്റ് അഥവാ അംഗം. ഓക്കെ, എക്സാമ്പിൾ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് നമ്മൾ. സെറ്റ് ബി ഈസ് ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിനകത്ത് സ്മോൾ എ. ദാറ്റ് മീൻസ് സ്മോൾ എ ബിലോങ്സ് ടു
ബി. അതായത് സ്മോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബിയിലെ ഒരു അംഗമാണ്. ഇവിടെ ക്യാപിറ്റൽ ബി എന്താണ്? സെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു സെറ്റ് നോക്കിയേ. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. എഴുതിയേക്ക് നോക്കിയേ. 1 ബിലോങ്സ് ടു എ. ദാറ്റ് മീൻസ് 1 എന്ന് പറയുന്നത് സെറ്റ് എയിലെ അംഗമാണ്. 2 ബിലോങ്സ് ടു എ, 3 ബിലോങ്സ് ടു എ. അപ്പം എലമെൻറ്റ് അഥവാ അംഗം. ഓക്കെ, ക്ലിയർ ആകുന്നല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നൾ സെറ്റ് അഥവാ അതിൻ്റെ മലയാളമാണ് ശൂന്യഗണം. നമുക്ക് ആ പേര് തന്നെ അറിയാം എന്താണ് നൾ സെറ്റ്. ഒന്നുമില്ല അല്ലേ, അത് ശൂന്യഗണം. ആ ഗണം എന്താണ്? ശൂന്യമാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ എലമെൻറ്റ് ഇൻ ദി സെറ്റ്. ഓക്കെ, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? എം ടി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു കേളി ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 2 കൊണ്ട് ഓക്കെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഒറ്റ സംഖ്യകൾ. ഓക്കെ, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഒറ്റ സംഖ്യകൾ. ഇതൊരു ആൻസർ കിട്ടുമോ നമുക്ക്? കാരണം നമുക്കറിയാം ഒറ്റ സംഖ്യകളെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തുമായിരിക്കും? ഇറ്റ്സ് എ നൾ സെറ്റ് അല്ലേ? ഇറ്റ്സ് എ നൾ സെറ്റ് അഥവാ എം ടി സെറ്റ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? നൾ സെറ്റ് അഥവാ എം ടി സെറ്റ് എന്ന ശൂന്യഗണം. ഓക്കെ, നമുക്ക് ഈ സെറ്റിനെ ജസ്റ്റ് 2 രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഏതാ? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം അഥവാ നിബന്ധനാ രീതി. ഓക്കെ, നിബന്ധനാ രീതി. ഓക്കെ, രണ്ടാമത്തെ ഏതാ? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. അതിൻ്റെ മലയാളമാണ് പട്ടികാരീതി. ജസ്റ്റ് സ്പീഡിൽ എഴുതി പോവുകയാണ്, എഴുതിയെടുക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സെറ്റ് ബിൽഡർ ഫോം അഥവാ നിബന്ധന രീതി. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഫോം ചെയ്യണം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒന്നിനും 10നും ഇടയിലുള്ള എണ്ണൽ സംഖ്യകൾ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ സെറ്റ് എഴുതുവാണെങ്കിൽ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ വേണമെങ്കിൽ. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 1നും 10നും ഇടയിലുള്ള എണ്ണൽ സംഖ്യ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്തുമായിരിക്കും? നമുക്ക് എന്തായാലും കിട്ടുന്ന ആൻസർ ഒരു സെറ്റ് ആയിരിക്കുമല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു? ആ സെറ്റിനെ എ എന്ന് വിളിച്ചു. ഓക്കെ, ആ സെറ്റിനകത്ത് ഏതൊക്കെ എലമെൻറ്റ്സ് വരാം? 1നും 10നും ഇടയിലുള്ളതാണ്. എവിടെ മുതൽ വരാം? 2 മുതൽ 3 എക്സെട്ര 9 വരെ വരാമല്ലോ. ഓക്കെ, പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തുമായിരിക്കും? ഇങ്ങനെ ഒരു നമ്പേഴ്സിലായിരിക്കും കിട്ടുന്നത്. അതാണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ നിബന്ധനാരീതി. ഓക്കെ, രണ്ടാമത് റോസ്റ്റർ ഫോം. അതെന്തുമായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് എന്ത് തരും? ഈ ഒരു രീതി തരും. നമ്മൾ ഏതിലേക്ക് മാറ്റണം? സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലേക്ക് മാറ്റണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം.
റോസ്റ്റർ ഫോം ആണെന്ന് പറയുന്നത്. അപ്പം എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് സോറി അപ്പോൾ റോസ്റ്റർ ഫോം ആണ് കേട്ടോ. ഓക്കെ, മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, 4 9 25 എക്സെട്ര ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്കെന്ത് പറയാം, ഇങ്ങനെ എഴുതാം നമുക്ക്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇതിലെ ഓരോ എലമെൻറ്റുമാണ് നമ്മുടെ എക്സ്. ആ എക്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി. ഇതിന് പ്രത്യേകതയുണ്ടോ? എല്ലാം സ്ക്വയേഴ്സ് അല്ലേ, എണ്ണൽ സംഖ്യയുടെ സ്ക്വയേഴ്സ് അല്ലേ. രണ്ടിൻ്റെ സ്ക്വയർ നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം. ഓക്കെ, റെഡിയാവും. അപ്പോൾ 1 4 9 25. ഓക്കെ, നമുക്ക് എന്ത് പറയാം, ആ 1 4 9 25 എന്നിവയാണ് നമ്മുടെ ആൻസറിലെ എക്സ്. ആ എക്സിൻ്റെ സ്വഭാവം എന്തുവാണ്? ആ എക്സ് എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളല്ലേ. ഓക്കെ അല്ലേ? അത് 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. നമുക്ക് 16 എഴുതിയില്ല, 16 ചേർക്കാം. ഓക്കെ അല്ലേ, 16 25 എക്സെട്ര. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് കിട്ടും 16. നെക്സ്റ്റ് 5ൻ്റെ സ്ക്വയർ 25, അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെ നമുക്ക് എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എന്ന് പറയാം. എക്സ് എന്നത്, അതായത് ഇത് എക്സ്, ഇത് എക്സ്, ഇത് എക്സ്, ഇത് എക്സ്, അങ്ങനെ ഓരോ എലമെൻറ്റ് നമ്മുടെ എക്സ് ആണ്. എക്സ് എന്നത് എന്താണ്? എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗമാണ്. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഒരു സെറ്റിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറിയും അതിനെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റി. അതാണ് ഏത്? റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം, അല്ലെങ്കിൽ മലയാളത്തിൽ പട്ടികാരീതി. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഏതായിരുന്നു? ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ നിന്നും നമ്പേഴ്സിലേക്ക് പോകുന്നു, അതാണ് നിബന്ധനാരീതി. സെക്കൻഡ് റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം, മലയാളത്തിൽ എന്ത് പറയും നമ്മൾ? പട്ടികാരീതി. അവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്പേഴ്സ് തന്നിട്ട് തിരിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും, അതാണ് പട്ടികാരീതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത് 2 രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? നമുക്ക് മലയാളം മതി. നിബന്ധനാരീതി അഥവാ സെറ്റ് ബിൽഡർ ഫോം, രണ്ടാമത്തെ പട്ടികാരീതി അഥവാ റോസ്റ്റർ ഫോം അഥവാ ടാബുലാർ ഫോം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്ന് ഇത്രയും മതി. ജസ്റ്റ് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഇത്രയും നമ്മൾ ഇന്ന് കുറച്ച് സമയം എടുത്തുള്ളൂ, കുറച്ച് പോർഷൻസ് പഠിച്ചുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് സെറ്റ്? നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് പോകാം. എന്താ സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതായത് നിർവചിക്കാൻ പറ്റുന്ന വസ്തുതകളായിക്കോട്ടെ, ചിഹ്നങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ നിർവചിക്കാൻ പറ്റണം. അങ്ങനെ നിർവചിക്കാൻ പറ്റുന്ന വസ്തുതകളുടെയോ ചിഹ്നങ്ങളുടെയോ കൂട്ടമാണ് എന്ത്? സെറ്റ്. ഓക്കെ, 2-3 എക്സാമ്പിൾ പറഞ്ഞു. ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ലോകത്തിലെ 10 എഴുത്തുകാരുടെ പേരുകൾ. അത് സെറ്റാണോ? ഇറ്റ്സ് നോട്ട് എ സെറ്റ്. ഇപ്പോൾ അതുപോലെ ലോകത്തിലെ ബെസ്റ്റ് 10 ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ പേരുകൾ, അത് സെറ്റാണോ? സെറ്റല്ല. അതുപോലെ ലോകത്തിലെ ശ്രേഷ്ഠരായ 10 പ്രസിഡൻസ്, അങ്ങനെ പറയുവാണെങ്കിൽ അത് സെറ്റല്ല. കാരണം എൻ്റെ ആൻസർ ആയിരിക്കത്തില്ല നിങ്ങളുടെ ആൻസർ, അത് എന്ത് ചെയ്യും? വേരി ചെയ്യും. സോ ദാറ്റ് ഇസ് നോട്ട് എ സെറ്റ്. നമുക്ക് വെൽ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. മറ്റു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം സെറ്റാണ്, ഒബിയസ്ലി സെറ്റ്. അതുപോലെ 1-നും 10-നും ഇടയ്ക്കുള്ള എണ്ണൽ സംഖ്യകൾ, ഒബിയസ്ലി സെറ്റ്, കാരണം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സെറ്റിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി ഉപയോഗിച്ചാണ് നമ്മൾ സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വന്നത് സെറ്റിലെ എലമെൻറ്റ് മീൻസ് അംഗം. അതായത് രണ്ടാമത്തെ പഠിച്ചത് എന്തായിരുന്നു നമ്മൾ? എലമെൻറ്റ്. ഇതിൻ്റെയൊക്കെ മലയാളം നോക്കണം കേട്ടോ. സെറ്റിൻ്റെ മലയാളമാണ് ഗണം, എലമെൻറ്റിൻ്റെ മലയാളമാണ് അംഗം.
അതായത് സെറ്റിലെ ഓരോ ഒരു ലെറ്റേഴ്സ് ഇപ്പം നമ്മൾ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി. ഒരു സെറ്റല്ലേ, 2 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, 2 അംഗങ്ങളുണ്ട്. ഏതൊക്കെ അംഗങ്ങൾ? എ ഒരു അംഗമാണ്, ബി ഒരു അംഗമാണ്. അപ്പം അതിലെ മെമ്പേഴ്സ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ വസ്തുത എന്താണോ അല്ലെങ്കിൽ ചിഹ്നം എന്താണോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അംഗമെന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ വീടെടുക്കുവാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വീട്ടിലെ അംഗമല്ലേ. അപ്പോൾ നമ്മുടെ വീടെന്ന് പറയുന്നത് സെറ്റാണ്, അല്ലെങ്കിൽ കുടുംബം ഒരു സെറ്റാണ്. ആ സെറ്റിലെ ഓരോ എലമെൻറ്റ്സിൽ അച്ഛൻ, അമ്മ, മകൻ, അപ്പൂപ്പൻ, അമ്മുമ്മ, അങ്ങനെ ഓരോരുത്തരും എലമെൻറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്തുവായിരുന്നു? നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് 2 രീതികളാണ്. ഏതൊക്കെയാണ്? ഒന്ന് നിബന്ധനാ രീതി, രണ്ടാമത്തെ പട്ടികാരീതി. ഓക്കെ, ഇതെന്തുവായിരുന്നു? നിബന്ധനാ രീതി പറയുമ്പോൾ എന്തുവാ? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ വസ്തുതകൾ തരംതിരിച്ചൊരു പട്ടികയാക്കണം. പട്ടിക രീതി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് നമുക്കൊരു പട്ടിക തരും, കുറേ നമ്പേഴ്സ് തരും. ആ നമ്പേഴ്സിൽ നമ്മൾ എന്ത് ഫോം ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യണം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ എന്ത് പഠിച്ചായിരുന്നു? ഒരു സെറ്റിനെ കുറിച്ച് പഠിച്ചില്ലേ, അതായത് നൾ സെറ്റ് എന്താണ്? ഓക്കെ, നൾ സെറ്റ് അഥവാ ശൂന്യഗണം. ആ പേര് തന്നെ ഉണ്ട്, എന്താണ്? ശൂന്യമാണ്, ഒന്നുമില്ല, ഒരു സെറ്റിൽ ഒന്നുമില്ല. ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ 5 കേളി ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്തുവായിരുന്നു? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഒറ്റ സംഖ്യകളുടെ ഗണം. അങ്ങൊരു ഗണം നമുക്ക് പറ്റുമോ? കാണില്ല. കാരണം ഒറ്റ സംഖ്യകളെ ഒരിക്കലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എ ഒരു എം ടി സെറ്റ് ആയിരിക്കും. അപ്പോൾ സെറ്റ് നമ്മൾ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ആ കിട്ടുന്ന ആൻസർ എന്തുമായിരിക്കും? എയിൽ ഒരു എലമെൻറ്റും അങ്ങനെ കിട്ടത്തില്ല. അപ്പം സോ എ ഒരു നൾ സെറ്റാണ്, ശൂന്യഗണമാണ്. ഓക്കെ, ഇത്രയും 4 പോയിൻറ്റ്സാണ് നമ്മൾ സെറ്റ് എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ചെറിയൊരു സെക്ഷനാണ് സെറ്റ് നമ്മൾ പഠിച്ചത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബാക്കി അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.